പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 6-ന് കുമ്പളയിൽ നിന്നുമാണ് പ്രയാണം ആരംഭിക്കുക. യാത്രയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കെ.സി. വേണുഗോപാൽ MP നിർവഹിക്കും. ബജറ്റിനിണങ്ങിയ വിവാഹാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുമായി റോഷി ജ്വല്ലറി. പുതുമയും പാരമ്പര്യവും ഒത്തുചേരുന്ന ഡിസൈൻസ്. റോഷി ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ്, കാസർഗോഡ്. ഫോറെവർ ഷൈൻ. പുതുയുഗയാത്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ അധികാരത്തിലേറ്റുന്ന ജനമുന്നേറ്റമായി മാറുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. യാത്രയുടെ സംസ്ഥാനതല ഉദ്ഘാടനം 6-ന് വൈകുന്നേരം 4 മണിക്ക് കുമ്പളയിൽ AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ MP നിർവഹിക്കും. UDFന്റെ സംസ്ഥാനത്തെ പ്രമുഖരായ നേതാക്കൾ ചടങ്ങിൽ സംബന്ധിക്കും. 7 മണിക്ക് കാസർഗോട്ട് ജാഥയ്ക്ക് സ്വീകരണം നൽകും. ഫെബ്രുവരി 7-ന് രാവിലെ 10 മണിക്ക് ഉദുമ ടൗണിലും 11 മണിക്ക് കാഞ്ഞങ്ങാടും 12 മണിക്ക് തൃക്കരിപ്പൂരിലും യാത്രയുടെ സ്വീകരണ പൊതുസമ്മേളനങ്ങൾ നടക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്. ആ ഭരണവിരുദ്ധ വികാരം ജനങ്ങളുടെ വികാരം ആവാഹിച്ചെടുക്കാൻ, ക്രോഡീകരിക്കാനാണ് ശ്രീ സതീശൻ്റെ നേതൃത്വത്തിൽ ഈ യാത്ര ആരംഭിക്കുന്നത്. ഈ യാത്ര ഒരു ഗംഭീര വിജയമാക്കാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളും സഹകരിക്കണം. അതുപോലെ മാധ്യമപ്രവർത്തകരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ ജാഥയുടെ ഉദ്ഘാടന സമ്മേളനവും മറ്റ് സമ്മേളനങ്ങളും, ഇപ്പോൾ ഉദ്ഘാടന സമ്മേളനത്തിൽ ഇതിപ്പോൾ ഒരു യാത്ര ആരംഭിക്കുന്ന സ്ഥലത്ത് നടക്കുന്നൊരു യോഗം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആ യോഗ സ്ഥലത്ത് 5000 പേരെ പങ്കെടുപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. 5000 കൂടുന്നതല്ലാതെ 5000-ൽ ഒരാൾ പോലും കുറയാത്ത രീതിയിൽ അവിടെ നമ്മൾ സംഘടന ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സംഘാടകർ പല വഴിക്ക് KPCC ഭാരവാഹികളും DCC ഭാരവാഹികളും UDFൻ്റെ നേതാക്കന്മാർ, മുസ്ലിം ലീഗിൻ്റെ എല്ലാ നേതാക്കന്മാരും പല വഴിക്ക് സഞ്ചരിച്ച് ഈ പരിപാടി വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ശ്രമം അക്ഷരം പ്രതി പൂർണ്ണതയിലെത്തുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഭരണമാറ്റം ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സംഘാടക സമിതി മുഖ്യ രക്ഷാധികാരി രാജ്മോഹൻ ഉണ്ണിത്താൻ MP, UDF ജില്ലാ ചെയർമാൻ കല്ലട്ര മാഹിൻ ഹാജി, DCC പ്രസിഡന്റ് PK ഫൈസൽ, UDF കൺവീനർ A ഗോവിന്ദൻ നായർ, സെക്രട്ടറി അഡ്വക്കേറ്റ് A ഗോവിന്ദൻ നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.